ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല നാടൻ രുചിയിലുള്ള ചേമ്പും ചാളയും കൂടിയിട്ടുള്ള ഒരു കറി തയ്യാറാക്കാട്ടോ. ഇതെന്ന് പറയുന്നത് ഒരു പഴയകാല കറിയാണ്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. മത്തിയും ചേമ്പും കൂടി ചേർത്തിട്ടുള്ള നാടൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ മത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. മത്തി എടുക്കുമ്പോൾ നല്ല എന്താ പറയുക, നെയ്യുള്ള മത്തിയാണെങ്കിൽ കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് വരും. നന്നായിട്ട് കഴുകിയെടുത്തതാണ്. പിന്നെ ഞാനിവിടെ ഒരു ചേമ്പ് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ചേമ്പാണ്. ഇത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുത്ത് വെക്കണം. ചേമ്പ് എടുക്കുമ്പോൾ ഒരുപാട് അളവിൽ എടുക്കണ്ട കേട്ടോ. കാരണം ചേമ്പ് ഒരുപാടായി കഴിഞ്ഞാൽ ഒരു മീനിന്റെ ഫ്ലേവർ കാര്യങ്ങളൊന്നും അധികം ഉണ്ടാവില്ല. പിന്നെ ഇവിടെ ഞാൻ നാളികേരം എടുത്തിട്ടുണ്ട്. ഇത് ഒരു നാളികേരത്തിന്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ കൊത്തുകളായിട്ടാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ചെറിയ നാളികേരം ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്തതാണ്. ഈ നാളികേരത്തിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടിയാണ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി ആവാം വെള്ളം, കാരണം ചേമ്പൊക്കെ വെന്ത് വരണ്ടേ. കുറച്ച് ലൂസായിട്ടായിരിക്കും നല്ലത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കല്ലുപ്പാണ്. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3-4 ചെറിയുള്ളി മുറിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ചേമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അപ്പോഴായിരിക്കും പെട്ടെന്ന് വെന്ത് വരാം. ഇപ്പം ഇതൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മുറിച്ച് വെച്ച് ചേമ്പ് ചേർത്ത് കൊടുക്കാം. ചേമ്പ് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. മുറിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇപ്പം കണ്ടോ, ചേമ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. കുടംപുളി ഒരു 3 വലിയ കഷ്ണമാണ് കേട്ടോ. ഇത് ഞാനൊരു 10 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിക്കാം. കുടംപുളി എടുക്കുമ്പോൾ എപ്പോഴും എന്താ പറയുക, കഴുകിയതിന് ശേഷം മാത്രം എടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ കുടംപുളി ഉപയോഗിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വാളംപുളി ആണെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മീൻ ഞാൻ മുറിച്ചിടുന്നില്ല, ഇത് അങ്ങനെ എന്നോട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് ഗ്രേവിയോട് കൂടി എടുക്കണ്ട. ആവശ്യത്തിനുള്ള ഒരു ഗ്രേവി തന്നെയായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരിക. ഒന്ന് നമുക്കിതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. മീനൊന്നും ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുങ്ങി കിടക്കണം, അത്ര മതി. ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ മത്തി നന്നായിട്ട് വെന്ത് വരണം, അതുപോലെ ചേമ്പും വെന്ത് വരണം. അതുവരെ ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, മീനും അതുപോലെ ചേമ്പിന്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ചുറ്റിച്ചു കൊടുത്തിരുന്നു. ഈ ഒരു മീനും ചേമ്പിന്റെ കഷ്ണങ്ങളൊക്കെ ഒരുമിച്ച് തന്നെ വെന്ത് വരുന്നുണ്ടോ. കണ്ടില്ലേ, ഇതിന്റെ ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മതി. ഗ്രേവി ഒക്കെ കണ്ടോ, നല്ല ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി കുറുകി വന്നോളും. ചേമ്പാണെങ്കിലും കണ്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വരണുണ്ട്, അപ്പോഴാണ് ടേസ്റ്റി ആയിട്ട് വരാം. കണ്ടില്ലേ. ഇനി ഞാനിവിടെ ചെറിയൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
1 ടേബിൾ സ്പൂണോളം അളവിൽ ചേർത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ഇതിലേക്ക് ഇനി നമുക്കൊരു 7-8 ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഈ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പം ഉണ്ടോ ഉള്ളിയൊക്കെ നല്ലപോലെ അങ്ങോട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. ഇത് കാശ്മീരി മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മീൻ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ നല്ല നാടൻ രുചിയിലുള്ള ചേമ്പും ചാളയും കൂടിയുള്ള കറി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. എന്തായാലും ഇഷ്ടമാവും കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.